എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കസ്റ്റേർഡ് ആപ്പിളും അതുപോലെ ഇളനീരിന്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പൊ കസ്റ്റേർഡ് ആപ്പിളും ഇളനീരിന്റെയും ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ട് തയ്യാറാക്കുന്ന പുഡിങ്ങിന് എത്ര ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി ഒരു പുഡിംഗ് ആണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതേ അളവിൽ തന്നെ ജലാറ്റിനും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കണം. അപ്പൊ കഴുകിയതിന് ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾ ചൈന ഗ്രാസിന് പകരം ജലാറ്റിൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ദാ ഇവിടെ ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ദാ ഇവിടെ കസ്റ്റർഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ആത്തക്ക എന്നാണ് കേട്ടോ പറയുന്നത്. സീതപ്പഴമെന്നും ആത്തച്ചക്കയെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ആത്തക്ക പച്ച കളറിലും അതുപോലെ ഈ രീതിക്ക് ചുവന്ന കളറിലും കാണാറുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ റെഡ് കളറിലുള്ള ആത്തക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിനുള്ളിൽ നിറച്ചും കുരുവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കുരുവും ഫ്ലഷും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ ഒരു അരിപ്പയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഫ്ലഷും സീഡും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഒരു ഫ്ലഷ് നല്ല തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ കുരുവും അതുപോലെ ഈ ഫ്ലഷും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ ഒക്കെ ചോപ്പ് ചെയ്യുന്ന ചോപ്പർ ഉണ്ടല്ലോ, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ രീതിക്ക് ട്രൈ ചെയ്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ കുരുവൊക്കെ ഒന്നും ഉടയാത്ത രീതിയിൽ പൾസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ വേണേലും കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഞാൻ കുരു സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. അങ്ങനെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം മുഴുവൻ സീഡും ഫ്ലഷിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് കസ്റ്റർഡ് ആപ്പിളിന്റെ പ്യൂരിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയന്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു കരിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ കാമ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കരിക്കിന്റെ വെള്ളം യൂസ് ചെയ്യുന്നില്ല, കാമ്പ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു ആത്തക്ക എടുത്തപ്പം ഒരു കരിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ കാമ്പെല്ലാം മുഴുവനായിട്ട് ഞാനൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. അപ്പൊ ഞാൻ ഏകദേശം 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം 1 കപ്പ് അളവില് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് അളവിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചൈന ഗ്രാസിന്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പൊ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ദാ ഇവിടെ ഈ പുഡിംഗ് ട്രേയുടെ 1/4 ഭാഗത്തോളം നമ്മുടെ ഈ മിക്സർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പിസ്തയൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതിനു ശേഷം ഈ 4 ഭാഗത്തും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ പിസ്ത ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തത്. പക്ഷെ പുഡിംഗ് ഒക്കെ തയ്യാറാക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പം ആ ഒരു പിസ്തയോടൊപ്പം ആ പുഡിംഗ് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ പിസ്തയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറേലും വേണം. ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പൊ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പൊ ഞാൻ ദാ നെക്സ്റ്റ് ഡേ പുഡിംഗ് എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. അപ്പൊ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ്. ഇപ്പൊ കസ്റ്റർഡ് ആപ്പിളിന്റെ പുഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇളനീരിന്റെ പുഡിങ്ങും. അപ്പൊ ഇളനീരും കസ്റ്റർഡ് ആപ്പിളും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഈ ഒരു പുഡിങ് ഒരു രക്ഷയില്ലാത്ത അപാര ടേസ്റ്റ് ആണ്. ഇപ്പൊ പെരുന്നാളൊക്കെ ഇങ്ങ് അടുത്തെത്താറായി. അപ്പൊ എല്ലാവരും ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇത്തവണ
ഈ ഒരു പുഡിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കണം. അപ്പൊ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.